ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗദി അറേബ്യക്ക് സലഫിസം പിഴച്ചതാണെന്ന് തോന്നി സലഫിസം പാടെ സൗദി അറേബ്യ ഉപേക്ഷിക്കുന്നു എന്നാണ് വിസ്ഡം ജിന്നൂരി നേതാവ് റിപ്പോർട്ടർ ചാനലുമായി നടത്തിയ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം അത് പറയുമ്പോൾ ചില വിവരക്കേടുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് ചെറിയ രൂപത്തിൽ മറുപടി കൊടുക്കുകയും അഭിമുഖത്തിൽ തനിച്ച വിവരക്കേടാണ് വിസ്ഡം ജിന്നൂരി നേതാവ് പറഞ്ഞിട്ടുള്ളത് എന്ന് KNM പ്രതികരിക്കുകയാണ്. എന്റെ മറുപടിക്ക് ശേഷം KNMന്റെ പ്രതികരണം കൂടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വിസ്ഡം ജിന്നുവാദി നേതാവ് പറയട്ടെ. എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ എന്താണ് പ്രാപഞ്ചികമായി ഉള്ളിലായാലും പുറത്തായാലും വ്യത്യാസം? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള പല സുന്നി വിശ്വാസക്കാരായ ആളുകൾ അവർ മഹാന്മാർ നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. മുജാഹിദുകൾ അങ്ങനെ പൊതുവിൽ എന്ത് ചെയ്യാറില്ല, അങ്ങനെ വിശ്വസിക്കാറില്ല. ദൈവം മാത്രമാണ് നമ്മളെ ആ നിലക്ക് സഹായിക്കുകയും ഉപദ്രവിക്കാനൊക്കെ ഉള്ള കഴിവ് ദൈവത്തിന് മാത്രമാണ്. പ്രാപഞ്ചിക വ്യവസ്ഥക്ക് പുറത്തുനിന്നുണ്ട്. കേട്ടല്ലോ, പ്രാപഞ്ചിക വ്യവസ്ഥക്ക് പുറത്തു നിന്നുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ, ഉപദ്രവിക്കാൻ കഴിയൂ എന്ന വിശ്വാസമാണ് മുജാഹിദുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മഹാന്മാർ സഹായിക്കുമെന്ന വിശ്വാസം മുജാഹിദുകൾക്കില്ല എന്നാണ് വിസ്ഡം ജിന്നൂരി നേതാവ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ജിന്നുകൾ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ജിന്നുകൾ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അകത്താണത്രേ. എന്നാൽ 2013 വിസ്ഡം ജിന്നൂരി പ്രസ്ഥാനം രൂപപ്പെടുന്നത് വരെ ജിന്നുകളും പ്രാപഞ്ചിക വ്യവസ്ഥക്ക് പുറത്തായിരുന്നു. അവരും മഹാന്മാരെ പോലെ അള്ളാഹുവിനെ പോലെയാണെന്നാണ് മുജാഹിദ് വാദപ്രകാരം വിസ്ഡംകാരും വിശ്വസിച്ചിരുന്നത്. പ്രാപഞ്ചിക വ്യവസ്ഥക്ക് പുറത്താണ് അള്ളാഹു, അങ്ങനെ ഒരു പുറം അള്ളാഹുവിന് ആവശ്യമുണ്ട് എന്ന് സുന്നികൾ പറയാറില്ല. അള്ളാഹുവിന്റെ കൂടെ കുറെ ഇലാഹുകളായി മഹാന്മാരും ജിന്നുകളും അള്ളാഹു ഉള്ളിടത്തുണ്ട് എന്നും നമ്മൾ വിശ്വസിക്കാറില്ല. ഈ വിശ്വാസമാണ് മുജാഹിദുകൾക്കുള്ളത്. ആ വിശ്വാസമായിരുന്നു 2013 വരെ വിസ്ഡം ജിന്നൂരികൾക്കും ഉണ്ടായിരുന്നത്. 2013 ശേഷം ജിന്നുകളെ മാത്രം പിടിച്ചു വലിച്ച് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അകത്തേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു മാത്രമേ സഹായിക്കുകയുള്ളൂ, അള്ളാഹു മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ എന്നിടത്തു നിന്ന് ജിന്നുകളും ഉപദ്രവിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്നിടത്തേക്ക് വിസ്ഡം ജിന്നുവാദികൾ എത്തിയിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് കേൾക്കാം. അല്ലാതെ നിങ്ങൾക്കും എനിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനും സഹായിക്കാനും പറ്റും. പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അകത്തു നിന്നുകൊണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ അവതാരകനും വിസ്ഡം ജിന്നുവാദിക്കും 2013 ശേഷം ജിന്നുകൾക്കും സഹായിക്കാൻ കഴിയും, അള്ളാഹുവിന്റെ ആവശ്യമില്ല. 2013 വരെ ജിന്നുകൾ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്തായിരുന്നു, ഇപ്പോൾ അകത്തായിരിക്കുകയാണ്. ജിന്നുകളുടെ അനുമതി മാത്രം കിട്ടിയാൽ മതി. അള്ളാഹുവിന്റെ ഉദ്ദേശമോ അനുമതിയോ കൂടാതെ സ്വന്തമായി സഹായിക്കാമെന്ന അതിന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് ഉള്ളിലാവണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ വിസ്ഡം ജിന്നുവാദി വിശ്വസിക്കുന്നത്. ഇതാണ് ശിർക്ക് എന്നറിയാത്തവർ ആരാണുള്ളത്? പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിലുള്ളവർക്ക് അള്ളാഹു കഴിവ് കൊടുക്കാതെ സഹായിക്കാനും ഉപദ്രവിക്കാനും കഴിയുമെന്ന് ഏത് ആയത്തിലാണുള്ളത് മൗലവി? പച്ച ശിർക്കല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? പ്രാപഞ്ചിക വ്യവസ്ഥക്ക് പുറത്തുള്ള ജിന്നുകളെ 2013 ശേഷം പിടിച്ചു വലിച്ച് അകത്താക്കാനും ആ അകത്തുള്ള ജിന്നുകൾക്കും മനുഷ്യന്മാർക്കും അള്ളാഹുവിന്റെ അനുമതിയോ ഉദ്ദേശമോ കൂടാതെ സഹായിക്കാനും ഉപദ്രവിക്കാനും കഴിയുമെന്ന് പറയാം. എപ്പോഴാണ് ജിബ്രീൽ എന്ന മലക്ക് വിസ്ഡം ജിന്നുവാദികളുടെ ഓഫീസിലെത്തിയതെന്ന് അറിയാൻ വല്ലാത്ത താല്പര്യമുണ്ട്. അതായത് ഈ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് അകത്തുള്ള ജിന്നുകൾക്ക് മനുഷ്യനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ആ സഹായം ചോദിക്കാതെ അല്ല, ചോദിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു പിന്നെ ഏത് അർത്ഥത്തിൽ ജിന്നുകൾ സഹായിക്കും അവിടെയാണ് പറഞ്ഞത്. അങ്ങനെ സഹായം ചോദിക്കുക എന്നുള്ളത് ഒരു മതത്തിൽ ഒരു കാര്യം അനുവദനീയമാണെന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറയണം, അല്ലെങ്കിൽ ഖുർആനിൽ വേണം. അങ്ങനെ ഒരു സംഭവം പ്രവാചകൻ ജിന്നുകളെ കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ജിന്നുകൾ സഹായിക്കും, പക്ഷേ ചോദിക്കാൻ പാടില്ല എന്നാണ് ഈ മൗലവി പറയുന്നത്. എന്നാൽ
ചോദിക്കൽ സുന്നത്താണെന്ന് വരെ പറഞ്ഞവരാണിവർ. നിങ്ങൾ നോക്കൂ, ഇത്തരം ചികിത്സകൾക്ക് തെളിവ് ഉദ്ധരിച്ച പുസ്തകം പച്ച മലയാളത്തിലാണ്. ഇത് ആർക്കും വന്ന് വായിച്ചു നോക്കാം. ഈ പുസ്തകം പുറത്തിറക്കിയത് വിസ്റ്റം എന്ന് പറയുന്ന വിഭാഗമാണ്. അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരു തെളിവ് കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെ 116-ാമത്തെ പേജിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണ് കിടക്കുന്ന അബൂ ഹുറൈറക്ക് ഭ്രാന്തായിരിക്കുമെന്ന് സ്വഹാബികൾ വിചാരിച്ചു. അങ്ങനെ ഒരു സ്വഹാബിയുടെ ചങ്കിൽ ആരെങ്കിലും കാൽ വെക്കുമോ? എന്നാൽ അവർ കാൽ വെക്കാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് കാല് വെക്കാനുള്ള കാരണം കേട്ടോ? അബൂ ഹുറൈറയുടെ അരികിലൂടെ നടന്നു പോകുന്ന സ്വഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിരടിയിൽ കാൽവെക്കുന്നു. കാരണം അടിക്കുക എന്നത് ജിന്ന് ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കുന്നതിൽ പെട്ടതാകുന്നു. എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ വാദം നമുക്കിടയിൽ കൊണ്ടുവന്നത്? എന്തിനാണ് ഇത് വാദിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയുണ്ടായത്? എവിടെയാണ് യഥാർത്ഥത്തിൽ അബദ്ധം പിടഞ്ഞു പോയത്? ഒന്ന്, യാ ഇബാദല്ലാഹ് സുന്നത്താകുന്ന സാഹചര്യം വരെ പുസ്തകത്തിൽ 63 പണ്ഡിതന്മാരുടെ പിൻബലമുണ്ടെന്നാ പറഞ്ഞത് ആ വാദത്തിന്. പുഴയിൽ വീണ വിഷ്ടം ചിന്നൂരി കരയിലുള്ള ജോസഫിനോട് ചോദിക്കുന്നത് പോലെയാണ് കരയിലുള്ള ജിന്നിനോട് ചോദിക്കുന്നതും ഹലാലാണെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇമാം ഷൗക്കാനി ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറയാണ്, ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് സുബൈർ മൗലവി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് കാണിച്ചു തരാനേ പറ്റൂല എന്നാണ്. അദ്ദേഹം കണ്ടിട്ടില്ല. ഇമാം ഷൗക്കാനി പറയുന്നത് വഫിൽ ഹദീസി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അലാ ജവാസിൽ ഇസ്തിആനതി, സഹായം ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ട്. നിർബന്ധമാണ് എന്നുള്ളതോ മുസ്തഹബാണ് എന്നുള്ളതോ ഫർളാണെന്നോ അല്ല പറയുന്നത്, അനുവാദമുണ്ട്. ആരോട് ചോദിക്കാൻ? ബിമല്ലാ യറാഹും അൽ ഇൻസാൻ, മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ തെളിവുണ്ട്. മിൻ ഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളായ ആളുകളോട്, മിനൽ മലായിക്കത്തി, മലക്കുകളിൽപ്പെട്ട, അല്ലെങ്കിൽ വസ്വാലിഹിൽ ജിന്നി, സ്വാലിഹുകളായ ജിന്നുകളോടും ചോദിക്കാം. വലൈസ ഫീ ദാലിക ബഅ്സുൻ, അതിൽ എന്തില്ല, യാതൊരു കുഴപ്പമില്ല. ഏതുപോലെയാണത്? കമാ യജൂസു ലിൽ ഇൻസാനി അൻ യസ്തഈന ബി ബനി ആദം, നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലുള്ള അനുവാദം. ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നലോടോ തേടൽ ശിർക്കാണ് എന്ന് വരുന്നില്ല എന്നും ജായിസ് ആണ് എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തിന്റെ ഈ വാദം നമുക്ക് തെറ്റാന്ന് പറയാം. എങ്ങനെ? ഹദീസ് സ്ഥിരപ്പെടാത്തത് കൊണ്ട്. പക്ഷേ അതിൽ ശിർക്കുണ്ട്. ലോകത്തിന് തൗഹീദ് പഠിപ്പിച്ച മഹാപണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. ഇത് ഒരു സംവാദത്തിൽ വെച്ച് അനസ് മൗലവിയോട് ഒരു സുന്നി പണ്ഡിതൻ ഈ ഇബാറത്ത് ചോദ്യം ചോദിച്ചപ്പോ അനസ് മൗലവി വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അത് ഏതുപോലെയാണ്? ആര് പറഞ്ഞത്? ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഷൗക്കാനി ഷിയാണെന്നാണ്. പക്ഷേ അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്, അത് നമ്മൾ കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ കുളിക്കുമ്പോ സോപ്പ് തീർന്ന ഭാര്യനോട് സോപ്പ് എടുത്ത് തരണേന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഭാര്യ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. എന്നാലും എന്റെ ഭാര്യ അപ്പുറത്തുണ്ട്, ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ ഓള് കേൾക്കും എന്നേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല. അതേ ഷൗക്കാനിയും പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കളാണെങ്കിൽ, അതുപോലെ തന്നെ പരിസരത്തുള്ള മുസ്ലിം ജിന്നുകളാണെങ്കിൽ, ആ ഒരു അഖീദ മാത്രമേ ഇയാളെ മനസ്സിലുള്ളൂ. എന്റെ പരിസരത്തുള്ളവർ എന്നുള്ള അഖീദേ ഉള്ളൂ. അത് ശിർക്കെന്ന് പറയാൻ പറ്റൂല. കാരണം അതിൽ ഇബാദത്തും വരുന്നില്ല, ദുആയും വരുന്നില്ല, ഒരു വിളി മാത്രമേ ഉള്ളൂ എന്നാണ്. സത്യസന്ധമായി നിന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. ഈ മറുപടി തന്നെയാണ് ലോക സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം അതിൽ ഇബാദത്തിലേക്ക് എത്തുന്ന ഒരു ദുആ അല്ലാത്തത് കൊണ്ട് ശിർക്കാന്ന് പറഞ്ഞൂടാ. ഇങ്ങനെ പലവിധ തൗഹീദാക്കി മാറ്റാൻ വിഷ്ടം ജിന്നൂരികളുടെ ആഫീസിൽ ഇടയ്ക്കിടെ ജിബ്രീൽ വരുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് വിഷ്ടം ജിന്നൂരികൾക്ക്. ജിന്നുകളിൽ നിന്ന് സഹായം തേടരുത് എന്ന് തന്നെയാണ് KNM പറയുന്നത്. അതെ, തേടരുത് എന്ന് മാത്രമല്ല, അത് ഈ പ്രാപഞ്ച വ്യവസ്ഥക്ക് അപ്പുറത്താകുന്നത് കൊണ്ട് ശിർക്കാകും എന്ന് പറയുന്നു. വിസ്ഡം പറയുന്നത് കുറച്ചുകൂടി എല്ലാം ശിർക്കാവില്ല, ശിർക്കാവുന്നതാണ് ഭൂരിപക്ഷവും. വിഷ്ടം ജിന്നൂരികൾ തെരഞ്ഞെടുപ്പ് നടത്തി. അപ്പൊ ഭൂരിപക്ഷം കിട്ടിയത് ഷിർക്കിനാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റ് ന്യൂനപക്ഷമായതുകൊണ്ട് ഈ ന്യൂനപക്ഷത്തെ അങ്ങ് തള്ളിക്കളയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ചിലത് ശിർക്കാകും, ചിലത് ശിർക്കാവൂല എന്നൊരു വ്യവസ്ഥ വിഷ്ടം ജിന്നൂരികൾ കൊണ്ടുവന്നു. പക്ഷെ നമ്മുടെ അടുത്തുള്ള
ഒരു ജിന്നിനോട് പിന്നെ അങ്ങനെ ആ രൂപത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശിർക്കാവുകയില്ല എന്നുള്ളതാണ്. എല്ലാം ശിർക്കാവില്ല, നിരുപാധികം ശിർക്ക് ആവുകയില്ല എന്ന് വിസ്ഡവും നിരുപാധികം ശിർക്കാണ് എന്ന് കേന്ദ്രവും പറയുന്നിടത്താണ്. ഒന്നുകൂടി വ്യക്തമായി കേട്ടല്ലോ. ചില ജിന്നുകളോട് ചോദിക്കൽ അഥവാ തേടൽ ശിർക്കാകും. ചില ജിന്നുകളോട് ചോദിച്ചാൽ തേടിയാൽ ശിർക്കാവൂല. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കണം. അതിൽ തന്നെ ന്യൂനപക്ഷത്തിലും ചിലത് ശിർക്കാവാനും ആവാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് വിഷ്ടൻ ജിന്നൂറികളോട് ചോദിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അവർക്ക് തന്നെ തിരിയാത്തത് എന്നോട് ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇനി വിഷ്ടം ജിന്നുവാദികളുടെ ഈ വിവരക്കേടുകൾക്ക് കേന്ദ്രം പ്രവർത്തകർ കൊടുക്കുന്ന രസകരമായ മറുപടിക്ക് ശേഷം അനസ് മൗലവി കൊടുക്കുന്ന മറുപടി കൂടി നമുക്ക് കേൾക്കാം. രണ്ടാമത്തെ കൃത്രിമമാണ് കാണിക്കുന്നത്. ജിന്നുകൾ കാര്യകാരണബന്ധത്തിന് അപ്പുറമാണ് എങ്കിൽ ശിർക്ക്, അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്ക്, എങ്കിലേ ശിർക്കാവൂ. തട്ടിപ്പ് നോക്കൂ നിങ്ങൾ. ജിന്നുകൾ കാര്യകാരണബന്ധത്തിന് അപ്പുറമാണ് എന്ന് വിശ്വസിച്ചാലേ നമ്മുടെ സഹായത്തേട്ടം ശിർക്കാവുള്ളൂ. ഒരിക്കലും അങ്ങനല്ല. സലഫികൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുകയും ഇല്ല. കാര്യകാരണബന്ധത്തിന് അപ്പുറമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. എന്നാൽ അത് മാത്രമല്ല ശിർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മാത്രമല്ല ശിർക്ക്. എന്തുകൊണ്ടാണ് ജിന്നുകളോടുള്ള സഹായതേട്ടം ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞത്? കാര്യകാരണബന്ധത്തിനപ്പുറം എന്ന് മാത്രമല്ല, നേരെ മറിച്ച് അന്നഹും ഗായിബൂന അൻഹ്. ദുആഉൽ മലായിക, ദുആഉൽ ജിന്ന്, ജിന്നുകളോട് മലക്കുകളോടുള്ള ദുആ ശിർക്കാകാൻ കാരണം ഹാദാ ശിർക്കുൻ അക്ബർ, ഇത് വലിയ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാരണം എന്താണ്? അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ജിന്ന് അള്ളയാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്നല്ല. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം മലക്ക് അള്ളയാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്നല്ല. എന്തുകൊണ്ടാണ് ജിന്നുകളുടെ സഹായത്തേട്ടം ശിർക്കാകുന്നത്? ലിഅന്നഹും ഗായിബൂന അൻക മശ്ഗൂലൂന ബിശുഊനിഹിം. ജിന്നുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഗായിബാണ്, അഭൗതികമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അദൃശ്യമാണ്. മശ്ഗൂലൂന ബിശുഊനിഹിം, അവരവരുടെ ലോകത്ത് അവരുടേതായ കാര്യകാരണ ബന്ധത്തിൽ ഇടപെടുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ കാര്യകാരണ ബന്ധത്തിലേക്ക് അവരെ ബന്ധപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹാദാ ശിർക്കുൻ അക്ബർ, ഇത് വലിയ ശിർക്കാണ്. അപ്പൊ ഈ തത്വം മറച്ചു വെച്ചിട്ടാണ് നേരിട്ടെടുക്കുന്നത്. കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ ശിർക്ക്. അത് ശിർക്ക് തന്നെയാണ്. കാര്യം കാര്യകാരണ ബന്ധത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ ജിന്ന് അള്ളയാണെന്നാണ്. ജിന്ന് അള്ളയാന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്ന് പറഞ്ഞാൽ ജിന്നോട് നേട്ടം ശിർക്കാണ്. എത്ര കഷ്ടപ്പെടണം. അപ്പൊ പണ്ഡിതന്മാര് പറഞ്ഞത് ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കുൻ അക്ബറാണ്. കാരണം ലിഅന്നഹും ഗായിബൂന അൻക മശ്ഗൂലൂന ബിശുഊനിഹിം എന്നാണ്. ഒരുപാട് ഉദ്ധരണികൾ ഇത് ആവർത്തിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഹാദാ ശിർക്കുൻ അക്ബർ, ഇത് ശിർക്കാണ്. ലിഅന്നഹും ഗായിബൂന അൻക മശ്ഗൂലൂന ബിശുഊനിഹിം അല്ലേ? നേരത്തെ മറ്റേ ഇവിടെ എഴുതിയല്ലോ, ഏത് കോഴിച്ചനയിൽ വാദം എഴുതിയപ്പോ അദൃശ്യമായ അഭൗതികമായ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ലാത്തതുണ്ട് എന്നല്ലേ വാദിക്കുന്നത്. എന്നാൽ ജിന്നുകളുള്ള സഹായതേട്ടം എന്തുകൊണ്ട് ശിർക്കായി എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായീകരണം കാര്യകാരണ ബന്ധത്തിനപ്പുറം അള്ളയാണെന്ന് വിശ്വസിച്ചാലേ എന്നല്ല. നേരെ മറിച്ച് അവർ നിങ്ങളെ തൊട്ട് ഗായിബുകളാണ്, ഗായിബീങ്ങളാണ്, മറഞ്ഞവരാണ്. അവരവരുടെ ലോകത്ത് അവരുടെ കാര്യകാരണ ബന്ധങ്ങളിൽ വിഹരിക്കുന്നവരാണ്. നിങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണത്. അവരുടെ കാര്യകാരണ ബന്ധം വേറെയാണ്. നമുക്കും കാര്യകാരണ ബന്ധമുണ്ട്, അവർക്കും കാര്യകാരണ ബന്ധമുണ്ട്, നമ്മൾ രണ്ടുപേരും ഒന്നായി എന്ന് പറഞ്ഞാൽ ശരിയാവൂല. ബന്ധമെന്ന് ഒറ്റ കുറ്റിയിൽ കൊണ്ടുപോയി ഇത് കെട്ടുക, എന്നിട്ട് ഒറ്റ തളപ്പ്. ആർക്ക്? മരിച്ചവരോട് സഹായം തേടുന്നത് ശിർക്കാണ്. കാര്യം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. ജിന്നുകളോട് സഹായം തേടണമെങ്കിലും ശിർക്കാകണമെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. അപ്പൊ തെങ്ങിനും കവുങ്ങിനും ഒരു തളപ്പ്, തെങ്ങിൽ കയറാനും കവുങ്ങി കയറാനും ഒരു തളപ്പ്, അതില്ല ഇസ്ലാമില്. ഇത് രണ്ട് തളപ്പ് തന്നെ വേണം. ആദ്യം ഇവർ പഠിക്കണം. ഇവർ ഒറ്റ തളപ്പിട്ട് തെങ്ങിലും കവുങ്ങിലും കയറാൻ പോവാണ്. അല്ല, മരിച്ചവരോട് ഇടുന്ന തളപ്പ്, ആ തളപ്പല്ല ജിന്നിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാരിട്ടത്. ഇവർ ഒറ്റ തളപ്പിട്ട് കൗമിനെ പറ്റിക്കുകയാണ്. മറ്റേത് ശിർക്കാണ്, സംശയമില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അഥവാ ഒരു കാരണവും വേണ്ട, ഒരു റീസണും വേണ്ട, ഒന്നും വേണ്ട, കുൻ ഫയകൂൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൻ അല്ല മാത്രം. അതിൽ ഒരു തർക്കവുമില്ല മുസ്ലിം ഉമ്മത്തിന്.
എന്നാൽ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാകണമെങ്കിൽ ആ ഒറ്റത്തലപ്പ് കൊണ്ട് മാത്രമല്ല, ജിന്ന് നമ്മെ തൊട്ട് ഗായിബീങ്ങളാണ് എന്നുള്ളത് കൊണ്ട്, അവർ അവരുടെ കാര്യകാരണ ബന്ധങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട്, നമ്മുടെ കാര്യകാരണ ബന്ധവും അവരുടെ കാര്യകാരണ ബന്ധവും ഒന്നല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവരോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മുസ്ലിം ഉമ്മത്തിന്റെ തൗഹീദിനെ കൊള്ളയടിക്കുകയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം വല്ലപ്പുഴയിൽ കണ്ടത് എന്നുള്ളത് വളരെ കൃത്യമാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇത് കൊള്ളാമല്ലോ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പിഴച്ച വിശ്വാസം, മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം ഇവർ പരസ്യമായിട്ട് വിളംബരം ചെയ്യാൻ തുടങ്ങി. ഇപ്പം ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പത്രമാധ്യമങ്ങളിൽ കൂടി ഇവർ പരസ്യമായിട്ട് ഇവരുടെ പിഴച്ച അഖീദ എന്താണ് എന്ന് പരസ്യമായി തന്നെ ഇവർ വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയാലുള്ള അവസ്ഥ. കടുത്ത അന്ധവിശ്വാസ അനാചാരങ്ങളുമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന് മടിത്തട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന അറേബ്യൻ ലോകം, അറേബ്യൻ ജനത 10-ാം നൂറ്റാണ്ടോടുകൂടി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെയും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ ചരിത്രപ്രസിദ്ധമായ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാവുകയും അവിടെ നിന്നിങ്ങോട്ട് നവോത്ഥാന മുന്നേറ്റം ഉണ്ടാവുകയും തുടർന്ന് ഈജിപ്റ്റ് വഴി കേരളത്തിലെത്തുകയും ഈ തൗഹീദി വെളിച്ചം എല്ലായിടത്തും പ്രസരിക്കുകയും ചെയ്തു. ഇത് നടന്നത് 10-ാം നൂറ്റാണ്ടിലാണ്. ഇന്നിതാ സൗദി അറേബ്യ സലഫിസം വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജിന്നുവാദ തൊഴിലാളി റിപ്പോർട്ടർ ചാനലിന് റിപ്പോർട്ട് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെയും ചരിത്രപ്രസിദ്ധമായ നവോത്ഥാന മുന്നേറ്റ നായകന്മാർ നടത്തിയ നവോത്ഥാന മുന്നേറ്റം കഴിഞ്ഞിട്ടിപ്പോൾ തങ്ങളാണ്, വിഷ്ണത്തിൻ്റെ ജിന്നുവാദികളാണ് ഈ 21-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന്മാർ എന്ന് അഭിനവ നായകന്മാരായിട്ട് പുനരുദ്ധാരണം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ TV റിപ്പോർട്ടർ ചാനലിലൂടെ വന്നിട്ട് തങ്ങളാണ് സലഫികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭൂതഗണങ്ങളായ ജിന്നുകളോട് സഹായം തേട്ടം നടത്തിയാൽ അത് ശിർക്കാകില്ല എന്ന് പച്ചയായ പരിശുദ്ധ ഖുർആന് എതിരായ വാക്ക് കൊണ്ടുവന്നിട്ട് തങ്ങളാണ് 21-ാം നൂറ്റാണ്ടിൽ പുതിയ നവോത്ഥാന നായകന്മാർ എന്ന മട്ടിൽ സൗദിയെല്ലാം സലഫിസം വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ വന്നിരുന്നു കൊണ്ട് ഈ ഛർദിച്ച് തള്ളുന്നത്. ബാസിൽ എന്ന വിസ്ഡം പ്രവർത്തകന്റെ സൗണ്ടാണല്ലോ ടാഗ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇയാൾ പറയുന്നത്? വിസ്ഡം ഇപ്പോൾ പറയുന്നത് പബ്ലിക് ആയിക്കൊണ്ട് സമൂഹത്തോട് പറഞ്ഞിരുന്നത്, ഇതുവരെ യാക്കോബിനോടായിരുന്നു പറഞ്ഞിരുന്നത്. 2012 മുതൽക്ക് 2024 വരെ അന്തംകമ്മികളായ അണികളോടായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ 2025 പബ്ലിക്കിനോടാണ് പറയുന്നത്. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ചെകുത്താന്മാർ, ചെകുത്താൻ വർഗത്തിൽപ്പെട്ട വിഭാഗം. ഈ വർഗം പ്രാപഞ്ചിക വ്യവസ്ഥിതിക്ക് അപ്പുറത്താണ്. കേന്നമിനെ സംബന്ധിച്ചിട്ട് പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള ഈ വസ്തുക്കളോടൊക്കെ ജിന്നിനോട് സഹായം തേടുന്നത് നിരുപാധികം ശിർക്കാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങനെ ഞങ്ങളെ അക്കീദങ്ങളായിട്ട് പഠിപ്പിക്കും. മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ളതിനോട് സഹായം തേടിയാൽ ശിർക്കല്ല. ജിന്ന് വൈബായ വിഭാഗത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ട് അവയോടുള്ള എല്ലാ ഇടപാടുകളും ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ ഇയാൾ പറയുന്നു ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്തായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നു. ഇതുവരെ പറഞ്ഞിരുന്നത് ജിന്ന് അഭൗതികമല്ല ഭൗതികമാണ് എന്ന് പഠിപ്പിച്ചിരുന്നു. ഇന്ന് വരെ അഭൗതികത്തിന്റെയും ഭൗതികത്തിന്റെയും അറബി പദം പറഞ്ഞിട്ടില്ല. ഒരു 12 വർഷം 14 വർഷത്തോളം കഴിഞ്ഞിട്ട് ഭൗതികം അഭൗതികം എന്നതിന്റെ അറബി പദം ഇന്ന് വരെ ഫൈസലോ ബാലുശ്ശേരിമാരോ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രബോധകന്മാർ ഇതിലേക്ക് ഈ ശിർക്കിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശിർക്കന്മാർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നു പ്രാപഞ്ചിക വ്യവസ്ഥക്കപ്പുറത്താണ് ജിന്ന്. ജിന്നുകൾ വൈബിയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മേൽ ആരോപിച്ചിരുന്നു ഒരാരോപണം.
കേരള നദുത്തുൽ മുജാഹിദീൻ ഷിർക്കിലാണ് എങ്കിൽ ഈ ഷിർക്കിനെതിരിൽ ഈ പറയുന്ന വിഷ്ടക്കാർ എന്ത് ദഅവത്താണ് നടത്തിയിട്ടുള്ളത്? കാൻമിന്റെ പുസ്തകങ്ങളിലും അതിന്റെ തഫ്സീറുകളിലും അതിന്റെ മജല്ലകളിലും എല്ലാം തന്നെ ജിന്നുകൾ അബൗദികം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, മലക്കുൾ അബൗദികം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഷിർക്കാണ് എന്ന് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും അതിനെതിരിൽ അങ്ങനെ ഒരു ഷിർക്ക് മുജാഹിദുകളുടെ കയ്യിലുണ്ടെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനത്ത് പിരിഞ്ഞു പോകാനുള്ള റീസൺ അതായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആ ഷിർക്കിനെതിൽ എന്ത് അക്ഷരങ്ങളാണ്, എന്ത് വാക്കുകളാണ്, എന്തു പേനയിലൂടെയാണ് നിങ്ങൾ ജനങ്ങളെ സംബോധന ചെയ്തിട്ടുള്ളത്? കട്ട പുകല്ലേ മക്കളെ നിങ്ങളെ ആദർശം. വെറുതെ ഇങ്ങനെ ചിലക്കാനേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. ഇപ്പോൾ പറയുന്നു ജിന്നുകൾ പ്രാപഞ്ചിക വ്യവസ്ഥക്കപ്പുറത്താണ്. ഇനിയും വിഡ്ഢിത്തം വീണ്ടും ബാസിൽ തുടരുകയാണ്. ജിന്നുകൾ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് വിധേയമാകുന്ന ചില സന്ദർഭമുണ്ട്. അതെപ്പോഴാണ് അവ സഖാവ് കണ്ടിട്ടുള്ളത്? ബാസിൽ സഖാവ് എപ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത്? ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് വിധേയമാകുന്നൊരവസ്ഥ, ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അധേയമാകുന്നൊരവസ്ഥ. ഇതൊക്കെ ബാസിൽ സഖാവിന് എവിടുന്നാണ് കിട്ടിയത്? വെറുതെ ബടായി പറഞ്ഞ് ജനങ്ങളെ ഷിർക്കിലെത്തിക്കണോ ബാസിലെ? എന്താണ് താൻ ഇതോടൊക്കെ നേടുന്നത് ബാസിലെ? ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.